നമ്മളോട് പറയാ തിരുത്ത് തിരുത്ത്, നിങ്ങൾ തിരുത്തിയോ? ഇവരെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടക്കിടക്ക്, തിരുത്തിയോ? ഞങ്ങളെല്ലാം തിരുത്തി, ഒരു സംശയമാണ്, ഞങ്ങളെല്ലാം തിരുത്തി. തിരുത്തേണ്ടതെല്ലാം തിരുത്തും. ശരിയിലേക്ക് നീങ്ങാൻ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലൊക്കെ പെശകുണ്ടാവും, തെറ്റുണ്ടാവും, അതൊക്കെ ഞങ്ങൾ തിരുത്തും, തിരുത്തി മുമ്പോട്ടേക്ക് പോകും. തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് ഉറപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് എവിടെയായാലും ആരായാലും തെറ്റായ ഒന്നിനെയും വെച്ച് ഉറപ്പിക്കുന്ന പ്രശ്നമില്ല. ശരിക്കു വേണ്ടിയിട്ടുള്ള യുദ്ധം തന്നെയാണ്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മുതലാളിത്ത സമൂഹമാണ് വല്ലാതെ രീതിയിൽ അരിച്ചു കയറുന്ന ആശയങ്ങളുണ്ടാവും, സ്വഭാവങ്ങളുണ്ടാവും, എല്ലാവരിലും ഉണ്ടാവും. അതൊക്കെ തൂത്തുമാറ്റണം, തൂത്തു കളയണം. പണത്തിന്റെ ആർത്തി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് കാണണം. പെരുമാറ്റ രീതി എല്ലാം മാറ്റണം. എല്ലാം മാറ്റിയാൽ കഴിഞ്ഞ പ്രാവശ്യം 123 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പ്രതികോസരക്കാർ 123 സീറ്റിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എത്രയാ? ഇപ്പൊ 111 സീറ്റിലാണ് ഭൂരിപക്ഷം ഇല്ലാതെ. അന്ന് 123. BJPക്ക് ഒരു സീറ്റിലായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇപ്പൊ 11 ഉണ്ട്. ആ 11 ഈ 111 ഉൾപ്പെടെ ചേർന്നാലും 123 ആവുന്നില്ല. അപ്പൊ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, 123 ഉള്ളപ്പോഴാണ് 99 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം ഭരണത്തിലേക്ക് വന്നത്. അത് വരാൻ കഴിയുമെങ്കിൽ അതിനടിസ്ഥാനമായത് അതിന് തൊട്ട് 6 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 75% സീറ്റ്, 75% സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി മാറിയത് കൊണ്ടാണ്. അതേ തരത്തിലേക്ക് നമുക്ക് മുന്നേറാനാവണം. പാർലമെന്റ് പാറ്റേണും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടിംഗ് പാറ്റേണും ഒന്നല്ല, 2ആണ്. അസംബ്ലിയും വേറെയാണ്, 3ആണ്. അപ്പോ നമുക്ക് ഈ കേരളത്തിൽ ഇന്നത്തെ ഈ കേരളത്തെ, ഈ ഔദ്യോഗിക കേരളത്തെ, ഇവൻ പറയുന്ന കേരളമൊന്നുമല്ല കേരളം. ഈ കേരളം രൂപപ്പെട്ടു വന്നത് വെറുതെ വന്നതല്ല. ഇപ്പൊ 100 ദിന പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10,000 കോടി ഉറുപ്പിക നിരവധിയായ ദിവസങ്ങളിൽ 100 ദിവസം കൊണ്ട് അതിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ തറക്കല്ലിടൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഏതാണ്ട് 1000-ലധികം പരിപാടി, 10,000-ലധികം കോടി ഉറുപ്പികയുടെ പദ്ധതി. വികസനത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റിന്റെ മുൻഗണന നിശ്ചയിക്കണം. ഈ 62 ലക്ഷം വരുന്ന ആളുകൾക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കുമെന്നുള്ളതിന് ഗ്യാരണ്ടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാവണം. ആശാവർക്കർമാർക്ക്, അംഗൻവാടിക്കാർക്ക്, ഈ ദുർബല ജനവിഭാഗങ്ങളിൽപ്പെട്ട 20% വരുന്ന ആളുകളുടെ ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്ന് കൃത്യമായി നൽകുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കണം. മുൻകൈ അതിനായിരിക്കണം. ആ രീതിയിലെല്ലാം വന്നാൽ ഞാൻ ഈ പറഞ്ഞ 100 ദിവസ പരിപാടി ഇനിയും ശക്തിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ദിനങ്ങൾ നൽകാൻ സാധിച്ചാൽ ഒരു സംശയവും വേണ്ട, ഇനി വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ശക്തികൾക്ക് മുന്നേറാനാവും. ആ മുന്നേറ്റത്തിന് ഉതകുന്ന രീതിയിലുള്ള വളരെ ഫലപ്രദമായ പ്രവർത്തനമാണ് കർഷക തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള വർഗ പ്രസ്ഥാനങ്ങൾ, ബഹുജന പ്രസ്ഥാനങ്ങൾ മുമ്പോട്ടേക്ക് വെക്കേണ്ടത്. കർഷക തൊഴിലാളി യൂണിയനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ രൂപപ്പെട്ട് വളർന്നു വന്ന ഒരു വർഗത്തിന്റെ പ്രസ്ഥാനമാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനം. ആ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ശക്തി ശരിയായ രീതിയിൽ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് കേവലമായ വരിയിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളി മാത്രമല്ല, ഗ്രാമീണ മേഖലയിലെ ദുർബല ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയാണ്. നാക്കില്ലാതെ പാവപ്പെട്ട മനുഷ്യന്റെ നാക്കാണ് KSKTU. ആ അർത്ഥത്തിൽ ദുർബല ജനവിഭാഗങ്ങൾ, പട്ടികജാതി, പട്ടികവർഗം, കോളനിവാസികൾ, അതുപോലെ മറ്റ് വിവിധ മേഖലയിൽ ലക്ഷം വീട് കോളനികളിൽ താമസിക്കുന്നവർ ഉൾപ്പെടെയുള്ള ഗ്രാമീണ മേഖലയിലെ ദുർബല ജനവിഭാഗങ്ങളുടെ ആകെ പ്രസ്ഥാനമായി KSKTU മാറ്റുക. അതിലൂടെ ഇന്നത്തെ കടമകൾ നിർവഹിക്കത്തക്ക രീതിയിൽ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ ശക്തികളെ ആകെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള പ്രവർത്തനത്തിൽ സജീവമായി മുന്നോട്ടേക്ക് പോകണം.